പാകിസ്ഥാനിലുണ്ടായിരിക്കുന്ന ഭൂകമ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇന്ത്യൻ സമയം പുലർച്ചെ 3:54 ഇങ്ങനെ ഒരു ഭൂചലനം അവിടെ ഉണ്ടായത്. മധ്യ പാകിസ്ഥാനിലെ മുൾട്ടാനിൽ നിന്ന് 149 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് ഭൂമിക്ക് 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. റിക്ടർ സ്കെയിലാകട്ടെ 5.3 തീവ്രത രേഖപ്പെടുത്തി. ഈ ഭൂകമ്പത്തിൽ ആളപായവും നാശനഷ്ടവും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന അതിർത്തിയിൽ പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിരന്തരമായി ഭൂകമ്പങ്ങൾ ഈ രാജ്യത്തുണ്ടാകുന്നത് പതിവ് സംഭവമാണ്. ഇന്ത്യൻ നാഷണൽ സിസ്മോളജിയിലെ ഭൂകമ്പ മാപിനി അനുസരിച്ച് 5.2 ഇവിടുത്തെ ഭൂകമ്പ തീവ്രതയും. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിലുണ്ടായത് ഈ ഒരൊറ്റ ഭൂചലനം മാത്രമല്ല, 3 ഭൂചലനങ്ങൾ ഉണ്ടായി എന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി പറയുന്നത്. ഇന്ന് രാവിലെ 3.8, 4.5, 5.3 തീവ്രത രേഖപ്പെടുത്തിയ ഈ 3 ഭൂചലനങ്ങൾ തന്നെയാണ് ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി പറയുന്നത്. ആഴത്തിലുള്ള ഭൂചലനങ്ങളെ അപേക്ഷിച്ച് ആഴം കുറഞ്ഞ ഭൂചലനങ്ങൾ പൊതുവെ ഏറ്റവും അപകടകാരികളാണ്. കാരണം അത് വളരെ വേഗത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും അത് ഉപരിതലത്തിലെത്തി വലിയ തോതിൽ അപകടങ്ങൾ സൃഷ്ടിക്കുകയും കെട്ടിടങ്ങൾ താറുമാറാകാനും ജനജീവിതം ദുസ്സഹമാക്കാനും ജനങ്ങളുടെ ജീവൻ അപായം സൃഷ്ടിക്കാനും ഒക്കെ തന്നെ കാരണമുണ്ടാക്കും. ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ ആ ചലനങ്ങളിൽ നിന്നുള്ള തരംഗങ്ങൾക്ക് ഉപരിതലത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ദൂരം കുറവായതുകൊണ്ട് തന്നെ ഇത് ശക്തമായ ഭൂചലനത്തിനും കൂടുതൽ നാശനഷ്ടങ്ങൾക്കും ഒരു പക്ഷേ കാരണമായേക്കും. ഇതുവരെ ആളപായവും നാശനഷ്ടങ്ങളും വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ലോകത്തിലേക്കും ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായി പാകിസ്ഥാൻ ഇപ്പോഴും തുടരുകയാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലും തുർക്കിയിലും ഒക്കെ തന്നെ ഉള്ളത്. ബലൂചിസ്ഥാൻ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്ര പ്രദേശങ്ങൾ, ഖൈബർ പഖ്തൂൺഖ, ഗിൽറ്റിച്ച് ബാൾട്ടിസ്ഥാൻ പ്രവിശ്യകൾ എന്നിവ യുറേഷ്യൻ പ്ലേറ്റിന്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേഷ്യയിലെ ഇന്ത്യൻ ഫലകത്തിന്റെ വടക്കു പടിഞ്ഞാറൻ അറ്റത്താണ് സിന്ധ്, പഞ്ചാബ് എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ടെക്ടോണിക് ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ ശക്തമായ ഭൂചലനം അനുഭവപ്പെടും. അങ്ങനെ പ്രകൃതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ലഭിക്കുമ്പോഴാണ് അവർ തന്നെ പാലൂട്ടി വളർത്തിയ ഭീകരർ തങ്ങൾക്ക് നേരെ കൊത്തുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിൽ നേരത്തെ നടന്ന ചാവേർ ആക്രമണത്തിൽ, ഇന്നലെ ഉണ്ടായ ചാവേർ ആക്രമണത്തിൽ 16 സൈനികരാണ് കൊല്ലപ്പെട്ടത്. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലാണ് സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഒരു ചാവേർ ആക്രമണം ഉണ്ടായത്. സ്ഫോടക വസ്തു നിറച്ച വാഹനം സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറി. പ്രദേശവാസികളടക്കം 30-ലധികം ആളുകൾക്ക് പരിക്കും സംഭവിച്ചു. അതിലേറ്റവും വേദനാജനകമായ കാര്യം 6 പേർ കുട്ടികളാണ്. പരിക്കേറ്റ 4 സൈനികരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചെങ്കിലും തെഹ്രീക്കെ താലിബാന്റെ ഉപവിഭാഗമായിട്ടുള്ള ഹാഫിൽ ഗുൽ ബഹാദൂർ ആർമി ഏറ്റെടുക്കുകയും ചെയ്തു. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഈ വർഷം ഖൈബർ പഖ്തൂൺഖയിലും ബലൂചിസ്ഥാനിലും സർക്കാരിനെതിരെ പോരാടുന്ന സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞത് 300-നടുത്ത ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. അതിൽ ഭൂരിഭാഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ്. എന്നാൽ ഈ 16 പാക് സൈനികരുടെ മരണത്തിനിടയാക്കിയ ചാവേർ ബോംബാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണത്തെ ശക്തമായി തന്നെ നിഷേധിക്കുകയും ചെയ്തു. ജൂൺ 28 നടന്ന ഈ ആക്രമണത്തിൽ ഇന്ത്യയെ പഴിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഈ പ്രസ്താവനയെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവന ഇറക്കി പറഞ്ഞത്. പാക് സൈന്യത്തിന്റെ വാഹനത്തിന് സമീപം ഒരു ചാവേർ പൊട്ടിത്തെറിച്ചു. തെഹ്രീക്കെ താലിബാന്റെ ഉപവിഭാഗം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. 30-ലധികം ആളുകൾക്ക് പരിക്കും സംഭവിച്ചു. ഇത് എന്തിനാണ് ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുന്നത്? അതിലൂടെ എന്ത് നേട്ടമാണ് പാകിസ്ഥാന് ലഭിക്കുന്നത്? സൈനിക വാഹനത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം ഇടിച്ചു കയറിയത് കണ്ട ദൃക്സാക്ഷികളുണ്ട്. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലെ വടക്കൻ വസിഷ്ഠാൻ ജില്ലയിൽ ശനിയാഴ്ചയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്നാൽ ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ ഈ മേഖലയിലൊക്കെ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകരവാദികൾ നടത്തിയ വെടിവയ്പ്പിലും ഏറ്റുമുട്ടലിലും സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ 70-ലധികം ആളുകൾ നേരത്തെ കൊല്ലപ്പെട്ടു. മുസാഖേൽ ജില്ലയിൽ 23 ബസ് യാത്രക്കാരെ ആദ്യം വെടിവെച്ചു കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ബസ്സിൽ നിന്നും അവരെ ഇറക്കി ആളുകളുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച ശേഷമായിരുന്നു കൊലപ്പെടുത്തൽ. പിന്നീടുണ്ടായ ഏറ്റുമുട്ടലിൽ 14 സൈനികരും 21 ഭീകരരും കൊല്ലപ്പെട്ടു. ഹൈവേയിൽ വെച്ച് 35ഓളം വാഹനങ്ങൾക്ക് തീയിടുന്ന സംഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ നിരവധി ഭീകരാക്രമണ വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നത്. കൃത്യമായ കണക്ക് പറഞ്ഞാൽ 290ഓളം ആളുകൾ
പാകിസ്ഥാനിൽ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഇപ്പുറത്ത് പിന്നെയും പ്രകൃതിക്ഷോഭിക്കുന്ന ഒരു വാർത്ത ലഭ്യമാകുന്നുണ്ട്. കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ കനത്ത മഴ ഒരു മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പതുൻഖ പ്രവിശ്യയിൽ തന്നെയാണ് ഈ വിഷയമുള്ളത്. മഴയിലും അതുപോലെ വെള്ളപ്പൊക്കത്തിലും 16 കുട്ടികൾ ഉൾപ്പെടെ 32 പേരാണ് മരണപ്പെട്ടത്. പതുൻഖ പ്രവിശ്യ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ കണക്ക് പുറത്തുവിട്ടത്. ബുധനാഴ്ച മുതൽ കിഴക്കൻ പ്രവിശ്യയായ പഞ്ചാബിൽ ഏറ്റവും കുറഞ്ഞത് 13 പേരെങ്കിലും പ്രളയത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് പ്രദേശത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞത്. വീടിന്റെ മേൽക്കൂര തകർന്ന് നിരവധി ആളുകൾ മറുഭാഗത്തും മരിച്ചു. കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും വീടുകളുടെ മേൽക്കൂര തകർന്നു വീണുമൊക്കെ 8 കുട്ടികളടക്കം 19 പേർ മരിച്ചുവെന്നാണ് ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യ ദുരന്ത നിവാരണ അതോറിറ്റി ശനിയാഴ്ച ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. ആകെ മരണപ്പെട്ടവരിൽ 13 പേർ വടക്കു പടിഞ്ഞാറൻ സ്വാത് താഴ്വരയിൽ നിന്നുള്ളവരാണ്. ഖൈബർ പഖ്തൂൺഖ്വയിൽ വെള്ളപ്പൊക്കത്തിൽ 56ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. അതിൽ 6 വീടുകൾ പൂർണ്ണമായും നിലംപൊത്തി. ചൊവ്വാഴ്ച വരെ മേഖലയിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബുധനാഴ്ച മുതൽ കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിലുമായി 13 പേർ മരിച്ചുവെന്നാണ് അവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. കനത്ത മഴയിൽ മതിലും മേൽക്കൂരയും തകർന്നു വീണാണ് 8 കുട്ടികൾ അവിടെ മരിച്ചത്. ഇത്തരത്തിലുള്ള വാർത്ത നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം തെക്കേഷ്യൻ രാജ്യത്ത് കനത്ത കൊടുങ്കാറ്റിൽ 32 പേർ മരിച്ചത് മറ്റൊരു ദാരുണ സംഭവമായിരുന്നു. ശക്തമായ ആലിപ്പഴ വർഷം ഉൾപ്പെടെ നിരവധി അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങൾ ഈ അടുത്തായി പാകിസ്ഥാനെ ഒന്നിനു പിറകെ മറ്റൊന്നായി വിടാതെ പിന്തുടരുകയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. 240 ദശലക്ഷം വരുന്ന അവിടുത്തെ ജനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളിലൂടെ അടുത്ത വർഷങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പാകിസ്ഥാനെ പിടിച്ചുലയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ജനസംഖ്യയുടെ തന്നെ 39% താഴ്ന്ന മധ്യ വരുമാന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. ഈ ജനവിഭാഗങ്ങൾ ദിവസവും $3.5 കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് പോലും. ദാരിദ്ര്യം 40% തുടരുമെന്ന് ലോകബാങ്ക് അടക്കം പ്രവചിക്കുന്നു. വഷളായിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണി, കുറഞ്ഞ പണമയക്കൽ, വിലക്കയറ്റം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവയൊക്കെ ഭീകരപ്രവർത്തനം മറുഭാഗത്ത്, ഇതൊക്കെ ഗാർഹിക വരുമാനം ഇടിച്ച് ദാരിദ്ര്യം ഭയാനകമാക്കി മാറ്റി. 2024 കണക്കെടുത്ത ആഗോള വിശപ്പ് സൂചികയിൽ 127 രാജ്യങ്ങളിൽ 109 സ്ഥാനത്താണ് പാകിസ്ഥാൻ. പ്രതിസന്ധികളും അസ്ഥിരതയും വിട്ടുമാറാത്ത സൈന്യത്തിന്റെ ഭീഷണി തൂങ്ങിക്കിടക്കുന്ന പാക് ഭരണകൂടം യുദ്ധമോ സമാന അവസ്ഥയോ ജീവശ്വാസമായി കണക്കാക്കി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്.